വയനാട്ടിലെ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ മാത്യു ആണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും സൈന്യം ഏത് ടാസ്കും പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. 24 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കേണ്ട ദൗത്യം പ്രതികൂല സാഹചര്യത്തിലും സൈന്യം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? സൈന്യത്തിന് ഏത് ടാസ്ക് കിട്ടിയാലും പ്രതികൂല സാഹചര്യമാണെങ്കിലും അനുകൂല സാഹചര്യമാണെങ്കിലും അത് സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കും. അത് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കി ഞങ്ങൾ അത് തെളിയിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിർമ്മിക്കുന്ന മൂന്നാമത്തെ ബെയിലി ബ്രിഡ്ജാണ്. നേരത്തെ ഒരെണ്ണം പത്തനംതിട്ടയിൽ നിർമ്മിച്ചിരുന്നു. ശബരിമലയിൽ നിർമ്മിച്ച ബെയിലി ബ്രിഡ്ജ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ ബെയിലി ബ്രിഡ്ജിന്റെ ഇപ്പോൾ നിർമ്മിച്ച ബെയിലി ബ്രിഡ്ജിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത് സെയിം അതേപോലെ തന്നെയുള്ള ബെയിലി ബ്രിഡ്ജ് തന്നെയാണ്. 24 ടൺ 190 അടി നീളമുള്ള ഒരു ബെയിലി ബ്രിഡ്ജാണിത്. അതുപോലെ ശബരിമലയിലുള്ള ബെയിലി ബ്രിഡ്ജ് പോലെ തന്നെയുള്ള ബെയിലി ബ്രിഡ്ജാണ് ഇവിടെ. സാർ, ഇതിന്റെ നിർമ്മാണം അത് സൈനിക എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലായിരുന്നു, മറ്റ് സേനാ വിഭാഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. സൈനിക എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലായിരുന്നു. ഇവിടെയുള്ള ബ്രിഗേഡിയർ AS ഠാക്കൂർ ആണ് MEG സെൻട്രൽ കമാൻഡന്റ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് ആണ് ഇത് ഉണ്ടാക്കിയത്. അവരാണ് ഇവിടെയുള്ളത്. ഈ ബെയിലി ബ്രിഡ്ജ് ഇവർക്ക് ഈ വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് നിർമ്മിക്കുമ്പോൾ അത് എത്ര കാലം ഇവിടെ തുടരാൻ കഴിയുന്ന തരത്തിലാണ്? ഇത് പെർമനന്റ് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നവരെയും ഈ ബ്രിഡ്ജ് ഇവിടെ തന്നെ കാണും. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടെ കോൺക്രീറ്റ് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് നമുക്ക് തിരിച്ചെടുക്കാവുന്നതുമാണ്. ഈ ഒരു നിമിഷത്തെ സൈന്യം അതിനെ ഏത് രീതിയിൽ നോക്കി കാണുന്നു? ഇത് ഞങ്ങൾക്ക് വേണ്ടി വളരെ അഭിമാനമുള്ള നിമിഷമാണ്. ഞങ്ങൾക്കൊരു ദൗത്യം കിട്ടി. ആ ദൗത്യം സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചു. ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു. ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു അഭിമാനമുള്ള സമയമാണ്.